ശൈത്യയുടെ ലൈഫ് സ്റ്റോറി ഇമോഷണൽ ആയിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ആര്യൻ ഇരുന്ന് ചിരിക്കുന്നു. ആര്യനെ നോക്കിയിട്ട് നമ്മുടെ റെന ഫാത്തിമ ചിരിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് ചാടി വീണ് നമ്മുടെ അഭിലാഷ് ഇറങ്ങാണ്. അഭിലാഷ് ഇറങ്ങിയിട്ട് ഒരാളുടെ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കളിയാക്കി ചിരിക്കണാണെന്ന് ചോദിച്ചുകൊണ്ട് ബേളം ഉണ്ടാക്കുന്നു. ഞാൻ ചിരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് റെന ഫാത്തിമ പൊട്ടിത്തെറിക്കുന്നു. അഭിലാഷ് കട്ടയ്ക്ക് തന്നെ നിൽക്കുന്നു. ആര്യൻ തന്റെ ചെരുപ്പൂരി അവിടേക്ക് ഒറ്റ എറിയുന്നു. 1 മണിക്കൂർ മുമ്പ് വന്നിട്ടുള്ള ഒരു പ്രൊമോയാണ്. ശരിക്കും ഇതിൽ നടക്കുന്ന സംഭവങ്ങൾ ഇതുവരെ നമ്മുടെ ലൈവിൽ നടന്നിട്ടില്ല. ഞാൻ ഇതുവരെ അത് ലൈവിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഈവനിങ്ങിൽ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഞാൻ 2 രീതിയിലും പറയാം, 2 വശവും പറയാം. ഒന്ന്, ചിലപ്പോൾ ആ ഒരു ടാസ്കിന്റെ ഇടയിൽ അറിയാതെ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ചിരിച്ചതായിരിക്കാം. ഈ ടാസ്ക് നടക്കുന്ന സമയത്ത് ഒരാൾ അവരുടെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് ഇപ്പൊ എല്ലാവരും അതിൽ നോക്കി അങ്ങനെ ഇമോഷണൽ ആയിട്ട് അഭിനയിച്ച് തകർത്തിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റോറി അവരവരുടെ എക്സ്പീരിയൻസ് ആണ്, അവരവരുടെ അനുഭവങ്ങളാണ്. അത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഇമോഷണലി കണക്ട് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലർക്ക് കണക്ട് ആവാം, ചിലർക്ക് കണക്ട് ആവില്ല. ഇപ്പൊ ചിരിച്ചു എന്നതൊരു വലിയ അപരാധമായിട്ട് കാണണമെന്നില്ല. അതൊന്ന്. ഇനി ഇതിന്റെ രണ്ടാമത്തെ വശം എന്ന് പറയുന്നത്, ഇത് പറയുന്ന സമയത്ത് ആ കുട്ടിയെ കൂടി പരിഹസിക്കുന്ന തരത്തിൽ ഒരു റെസ്പെക്ട് ഇല്ലാതെ പെരുമാറിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ആ ഒരു വേദിയെ റെസ്പെക്ട് ചെയ്യാതെ പെരുമാറിയിട്ടുണ്ടാവണം. ഇപ്പൊ അറിയാതെ ഒന്ന് ചിരിച്ചു പോകുന്നത് ഒരു പ്രശ്നമൊന്നുമല്ല. പക്ഷെ ഒരു ടാസ്ക് അവിടെ നടക്കുമ്പോ ലിസൺ ചെയ്തിരിക്കാമല്ലോ. അവര് പറയുന്നതിനെ കേട്ട് ജസ്റ്റ് കാമായിട്ടിരിക്കാം. അതിനിടയിൽ അടുത്തിരിക്കുന്ന ആളെ നോക്കി ചിരിച്ചാൽ ഒരു തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ടാസ്ക് നടക്കുമ്പോ അതിനെ ഡിസ്റെസ്പെക്ട് ചെയ്തുകൊണ്ട് കളിചിരികളുമായിട്ട് അതിൽ മൈൻഡ് ചെയ്യാതെ വേറൊരു യൂണിവേഴ്സിൽ ഇരിക്കുകയാണെങ്കിൽ അഭിലാഷ് പറഞ്ഞതുപോലെ അതൊരു വളരെ മോശം പ്രവൃത്തിയാണ്. എന്തായാലും നമുക്ക് ലൈവിൽ നോക്കാം, എപ്പിസോഡിൽ നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. പ്രൊമോയിൽ എന്തായാലും നല്ലൊരു ഫൈറ്റ് ആര്യനും അഭിലാഷും തമ്മിൽ നടക്കുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.